ഈ പരിപാടി ഇവിടെ അറേഞ്ച് ചെയ്തത് ന്യൂജേഴ്സിയിലെ പ്രമുഖ സംഘടനയായ മഞ്ചാണ്. മഞ്ചിൻ്റെ പ്രസിഡന്റ് ഷൈനി രാജു, സജിമോൻ്റെ ഫ്രണ്ട്സ്, ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, കാരണം ആരുടെയും പേര് മിസ് ചെയ്തു പോവുകയാണെങ്കിൽ എല്ലാവരും വളരെയധികം പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ആ പരിപാടിയിൽ ഫൊക്കാനയുടെ സജിമോന് വേണ്ടി അറേഞ്ച് ചെയ്ത സ്വീകരണത്തിൽ ഫൊക്കാനയുടെ പരിപാടിയും ഉൾക്കൊള്ളിക്കുകയും ഫൊക്കാനയുടെ ഇനാഗ്രേഷനും അതുപോലെ തന്നെ ഹാൻഡിങ് ഓവർ നടത്തുവാൻ അവസരവും തന്ന നിങ്ങളോട് നന്ദി ഫൊക്കാനയുടെ പേരിൽ സെക്രട്ടറി എന്ന നിലയിലും ഞാൻ രേഖപ്പെടുത്തുകയാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ട് പരിപാടി നടത്താതെ ഒരു പരിപാടിയിൽ നിന്നുകൊണ്ട് മഞ്ചെന്ന സംഘടന ഞങ്ങളോട് സഹകരിച്ചതിനും സജിമോൻ്റെ ഫ്രണ്ട്സ് എന്ന രീതിയിൽ ഞങ്ങളോട് സഹകരിച്ചതിലും ഞങ്ങൾക്കുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. ഇനി ഞാൻ ഒരു സെക്കൻഡ് ഫൊക്കാനയെ പറ്റി പറഞ്ഞോളാം. ഞാൻ വന്നത് ഇവിടെ നിങ്ങൾക്കൊരു താങ്ക്സ് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പ്രോഗ്രാം അറേഞ്ച് ചെയ്തത്. ഫൊക്കാനയുടെ ഇലക്ഷൻ ചരിത്രപരമായ ഒരു ഇലക്ഷൻ സജിമോൻ ആൻ്റണിയുടെ നേതൃത്വത്തിൽ നടന്നു. സജിമോൻ ആൻ്റണിയുടെ നേതൃത്വത്തിലുള്ള ഡ്രീം ടീം കേരളത്തിലെ പ്രഗത്ഭരെ പിന്തള്ളിക്കൊണ്ട് കേരളത്തിൽ നിന്നുള്ള പ്രവാസികളായ നാം അതുപോലൊരു ഇലക്ഷൻ ഇവിടെ നടത്തി മിന്നം വിജയം കാണുകയുണ്ടായി. ഇലക്ഷനാകുമ്പോൾ ഒരു കൂട്ടർ ജയിക്കും, ഒരു കൂട്ടർ തോക്കും. തോക്കുന്നവർക്ക് ഫ്രസ്ട്രേഷൻ വലുതാണ്. അത് ഞാനായാലും വേറൊരാളായാലും ഫ്രസ്ട്രേഷൻ നമുക്ക് മനസ്സിലാവും. പക്ഷേ ആ ഫ്രസ്ട്രേഷൻ സംഘടനാ സ്നേഹമുള്ളവരെല്ലാം ആ സംഘടനയിൽ തന്നെ നിർത്തുകയാണ് പതിവ്. സംഘടനയുടെ പുറത്തോട്ട് കൊണ്ടുപോകുന്നത് സംഘടനയുടെ നല്ലതിനല്ല എന്ന് ഞാൻ പറയുകയാണ്. പലപ്പോഴും തോറ്റവരായാലും പിന്നെ സംഘടനയെ എന്നും പിന്നിൽ നിന്ന് കുത്തുന്ന ചില ശക്തികൾ തോറ്റവരെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള നെഗറ്റീവ് ന്യൂസുകൾ പുറത്തോട്ട് പോകുന്നുണ്ട്, കാണുന്നുണ്ട്. സംഘടനയുടെ സെക്രട്ടറി എന്ന രീതിയിൽ ഇങ്ങനെയുള്ള ന്യൂസുകൾക്ക് ശക്തമായ താക്കീത് നൽകുകയും അതിലൂടെ ശക്തമായ നടപടിയെടുക്കുമെന്നും ഞങ്ങൾ അറിയിക്കുകയാണ്. കാരണം ഒരു സംഘടനയുടെ കെട്ടുറപ്പിന് ഇതൊക്കെ ആവശ്യമാണ്. എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും ഒരു സംഘടന എന്ന പേര് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ കുറേ ന്യൂസ് വലിച്ചു വാരിയിടാൻ ഫൊക്കാനെ ആരെയും അധികാരപ്പെടുത്തിയിട്ടില്ല എന്ന് ഞാൻ അറിയിക്കുകയാണ്. ഫൊക്കാനയുടെ സെക്രട്ടറി ശ്രീകുമാർ ഉണ്ണിത്താനും പ്രസിഡന്റ് സജിമോൻ ആൻ്റണിയും ട്രഷറർ ജോയി ചാക്കപ്പനും ആണെങ്കിൽ ഫൊക്കാനയുടെ കാര്യം നോക്കാനും ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ പേരിലോ ഫൊക്കാനയുടെ പേരിലോ ആരെങ്കിലും അനാവശ്യ ന്യൂസുകൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ്. അതുപോലെ തന്നെ സംഘടനയുടെ പലർക്കും സംഘടനയുടെ പേരിൽ പല കംപ്ലയിൻസ് ഉണ്ട്. പല ലോക്കൽ അസോസിയേഷൻ്റെ പേരിൽ ഇലക്ഷൻ വരുമ്പോൾ ഇത് പിങ്ങപ്പ് ചെയ്തുകൊണ്ട് വരരുത്. ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ സംഘടനയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് സംഘടനയെ ചർച്ച ചെയ്യാം, അതിന് ആക്ഷൻ എടുക്കാം. അതൊക്കെയുള്ള സമയം ഇപ്പോഴാണ്. അല്ലാതെ ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട് അതങ്ങനെയാണ് ആ സംഘടനയെ കുറ്റം പറയുക, ഈ സംഘടനയെ മാറ്റി നിർത്തണമെന്ന് പറയുന്നതും ഉചിതമല്ല. അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ ഇപ്പം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അടുത്ത 2 വർഷക്കാലം ഫൊക്കാനയുടെ പ്രവർത്തന വർഷമാണ്. നിങ്ങളുടെ സഹായവും സഹകരണവും പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഏവരുടെയും സഹായം ഉണ്ടാവണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഫൊക്കാന ട്രഷററായ ജോയി ചക്കപ്പൻ്റെ കയ്യിലേക്ക് ഞാൻ വയ്ക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ എൻ്റെ പുറകിൽ അവിടെ ബാക്കിൽ നിൽക്കുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു പാട്ട് പാടാൻ പോവാണ്. നിങ്ങൾ അവിടെ മിണ്ടാതിരുന്ന് ഞാൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ ഞാൻ പാട്ട് പാടി നിങ്ങളെ തോപ്പിക്കും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒത്തിരി സന്തോഷം. വളരെ നല്ല രീതിയിൽ ഇത്രയും നല്ലൊരു പരിപാടി നടത്തുകയും അതിനുവേണ്ടി നേതൃത്വം കൊടുത്ത മഞ്ചിന് ആദ്യമായിട്ട് എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്ന നാട്ടുകൂട്ടം ഫാമിലിയും കേരള കൾച്ചർ ഫോറും അങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് ആൾക്കാർ, നല്ലവരായിട്ടുള്ള ഒരുപാട് ആൾക്കാരോട് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാവിധ മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി പറഞ്ഞ പോലെ, സജിമോൻ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. പലവിധ കിംവദന്തികൾ നടക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു കഥ വായിക്കുന്ന ലാഘവത്തോടു കൂടി അത് വായിച്ച് എൻജോയ് ചെയ്യുക. അല്ലാതെ അതിനകത്ത് യാതൊരുവിധ വാസ്തവങ്ങളുമില്ല. വളരെ കൃത്യമായ രീതിയിൽ ഇലക്ഷൻ നടന്നു, വളരെ കൃത്യമായ രീതിയിൽ അസോസിയേഷനുകളെ തിരഞ്ഞെടുത്തു. അങ്ങനെ വളരെ സുതാര്യമായ ഒരു ഇലക്ഷനും സുതാര്യമായ ഒരു രീതിയിലാണ് ഇലക്ഷൻ നടന്നത്. എന്നാൽ ഓഫ് കോഴ്സ് കുറച്ച് ആളുകൾ പലതും പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങളതിനെ പ്രതികരിക്കാനും പോകുന്നില്ല. പക്ഷേ ഉണ്ണിത്താൻ പറഞ്ഞ ഒരു കാര്യം ഞങ്ങൾ അടിവരയിട്ട് പറയുന്നു. ഞങ്ങൾ അനാവശ്യമായ രീതിയിൽ പ്രത്യേകിച്ച് കേസുകളിലേക്ക് വന്നാൽ
ഞങ്ങൾ അതിനെ ശക്തമായി പ്രതികരിക്കും, ശക്തമായി അതിനെ പ്രതിരോധിക്കും. വേറെ മാർഗങ്ങളില്ലാത്തതുകൊണ്ട് എന്താ അപ്പം ഇത്രയൊക്കെ പറയാനേ എനിക്കുള്ളൂ. പക്ഷേ എന്നെ അർപ്പിച്ചിരിക്കുന്നത് ആർക്കും താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. ഞാനൊരു ട്രഷറർ ആയ കാരണം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് സഹായ സഹകരണങ്ങൾ ആവശ്യപ്പെട്ടുന്നിരിക്കും. കാരണം സാമ്പത്തികമായിട്ടുള്ള ഒരു അടിത്തറ എല്ലാത്തിനും വേണം. അതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് സഹായങ്ങൾ ആവശ്യപ്പെടും. വയനാട്ടിലേക്കുള്ള സഹായത്തിനുള്ള ഞങ്ങളൊരു ഗോ ഫണ്ട് തുടങ്ങിയിട്ടുണ്ട്. ആ ഗോ ഫണ്ടിലേക്ക് നിങ്ങൾ ഉദാരമായ രീതിയിൽ സംഭാവനകൾ നൽകണം. അതിൽ നിന്ന് കിട്ടുന്ന പണം ഞങ്ങൾ വളരെ സുതാര്യമായ രീതിയിൽ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീകുമാർ ഉണ്ണിത്താൻ്റെ വൈഫിൻ്റെ പേരിലുള്ള, ഞാൻ പാട്ട് പാടണോ? വീണ്ടും പാട്ട് പാടും കേട്ടോ എൻ്റെ സുഹൃത്തുക്കളെ, ഞാൻ പാട്ട് പാടി നിങ്ങളെ തോൽപ്പിക്കും. അപ്പം അതില്ലെങ്കിൽ ഞാൻ പറയുന്ന 2 വാക്ക് കേൾക്കണം. ഉണ്ണിത്താൻ നൽകുന്ന സ്ഥലത്ത്, ഉണ്ണിത്താൻ്റെ വൈഫിൻ്റെ പേരിൽ നൽകുന്ന സ്ഥലത്ത് ഞങ്ങൾ 30 വീടുകളാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇതിൽ നിന്ന് ലഭിക്കുന്ന തുക അത് ഈ വീട് വാങ്ങിക്കുന്ന ഭവന പണി പ്രോജക്റ്റിലേക്ക് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും, നിങ്ങൾക്ക് അറിയാവുന്ന നാട്ടിലുള്ള ആരെങ്കിലും അർഹതപ്പെട്ട ആൾക്കാർക്ക് ഹിപ്പ് ആൻഡ് നീ സർജറി വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അർഹതപ്പെട്ടവരുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കണം. ഞങ്ങൾ 100% വാഗ്ദാനമല്ല തരുന്നത്, എന്നാലും ഞങ്ങളുടെ പ്രോജക്റ്റിലെ വലിയൊരു കാര്യമാണ് 50-ലധികം ഹിപ്പ് ആൻഡ് നീ സർജറി നാട്ടിൽ സൗജന്യമായിട്ട്, കംപ്ലീറ്റ് സൗജന്യമായിട്ട് ഞങ്ങൾ നൽകും. അപ്പം നിങ്ങളുടെ ആൾക്കാർക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി ഞങ്ങളുടെ പേരുകൾ തരാം. അർഹതപ്പെട്ടവർക്ക് ഞങ്ങൾ കൊടുക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. അതുപോലെ തന്നെ എന്തെങ്കിലും രീതിയിലുള്ള കിംവദന്തികളോ എന്തെങ്കിലും രീതിയിലുള്ള വാട്സാപ്പ് പോസ്റ്റുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളത് നേരത്തെ പറഞ്ഞ പോലെ വെറുതെ ഒരു കഥ വായിക്കുന്ന ലാഘവത്തോടു കൂടി വായിച്ച് എൻജോയ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പലതും ഇപ്പോൾ ഒരിക്കൽ നമ്മുടെ രാജു മൈലപ്പുറയുടെ ഒരു ലേഖനം ഉണ്ടായിരുന്നു. വളരെ നല്ലൊരു ലേഖനമായിരുന്നു, വളരെ നല്ല ഒരു ആർട്ടിക്കിളായിരുന്നു. ആ ആർട്ടിക്കിൾ ഞാൻ വീണ്ടും വായിക്കും. കാരണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അദ്ദേഹം പറഞ്ഞ പല പരാമർശങ്ങളും വളരെ അർത്ഥവത്തായിട്ടാണ്, എന്നാൽ വളരെ ലാഘവത്തോടു കൂടി വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ പറഞ്ഞ അവസാനം. അങ്ങനെ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ട് സന്തോഷിക്കുക. എനിവേ, നമുക്ക് നിങ്ങളുടെ എല്ലാവരുടെ സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഇതിനു മുമ്പ് നടന്ന മറ്റുള്ള പഴയ കൺവെൻഷൻ്റെ മാതൃകകൾ പിന്തുടർന്നുകൊണ്ട് നല്ലൊരു കൺവെൻഷൻ ഞങ്ങൾ നടത്തും. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ബാബു സ്റ്റീഫൻ ഞങ്ങൾ അങ്ങേയറ്റം ആദരിക്കുന്നു. അദ്ദേഹം ഫാമിലിയിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും അദ്ദേഹം ഇവിടെ വന്നു. ഞങ്ങളതിനകത്ത് അങ്ങേയറ്റം അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു. ഇനി കഴിഞ്ഞ കൺവെൻഷനിൽ അദ്ദേഹം എടുത്ത ചില ശക്തമായ നിലപാടിൻ്റെ പേരിൽ അദ്ദേഹത്തിനെ ഇന്നും കുരിശി കയറ്റുന്ന പല പരാമർശങ്ങളുണ്ട്. ഒരു പ്രസിഡന്റ് അങ്ങനെ ആയിരിക്കണം. കുത്തഴിഞ്ഞ ഒരു സംവിധാനത്തിൽ കൂടി മുന്നോട്ട് പോയാൽ ഒരു സംഘടനയും നടക്കില്ല. വളരെ ശക്തമായിട്ട് കുറച്ച് വ്യക്തികളുടെ ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ ചെയ്യുന്നത് മാത്രം നിങ്ങൾ കേൾക്കണം. ഞാൻ ഒച്ചയെടുക്കും, ഞാൻ ചിലപ്പോൾ അല്പം അവിടെ കിടന്ന് ഞാൻ ബഹളുണ്ടാക്കും, നിങ്ങളതൊക്കെ കേൾക്കാൻ അർഹതപ്പെട്ടവരാണ് എന്നുള്ളൊരു ചിന്തയുണ്ട്. അത് അങ്ങനെയല്ല. ഒരു മീറ്റിങ്ങിൽ അല്ലെങ്കിൽ ഒരു സംവിധാനത്തിൽ പാലിക്കേണ്ട ചില കടമകളുണ്ട്, പാലിക്കേണ്ട ചില വ്യവസ്ഥിതികളുണ്ട്. അദ്ദേഹം അത് വ്യക്തമായ രീതിയിൽ, അത് ശക്തമായ രീതിയിൽ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിച്ചു. അതിനുവേണ്ടി അദ്ദേഹത്തെ കുരിശി കയറ്റുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ വളരെ നിങ്ങൾ അതൊരു മാതൃകയായിട്ട് എടുക്കുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അടുത്തായിട്ട് അഡീഷണൽ അസോസിയേറ്റ് ട്രഷറർ ജോൺ കലോലിക്കൽ. എല്ലാവർക്കും നമസ്കാരം. ഈ വൈകിയ വേളയിൽ ഒരു പ്രസംഗത്തിന് പ്രസക്തിയില്ല എന്ന് എനിക്കറിയാം. എന്ന് പറഞ്ഞാലും എനിക്ക് ആദ്യമായിട്ട് നന്ദി പറയാനുള്ളത് സജിമോൻ ആൻ്റണി പ്രതിദാനം ചെയ്യുന്ന ഈ ഒരു ഹോം അസോസിയേഷനിൽ ഡോക്ടർ ഷൈനിയുടെ പ്രസിഡൻഷ്യഷിപ്പിൽ ഇത്രയും ആളുകളെ കൊണ്ടുവന്നിട്ട് എന്തോ ഈ പറയുന്ന 100-300 ആളുകളെ വെച്ചുകൊണ്ട് ഇതുപോലെ ഒരു വെൽക്കം സജിമോന് കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ സജിമോൻ ആരോ ആണ് എന്ന് എനിക്ക് തോന്നുന്നു. അതെനിക്ക് 9 വർഷം മുമ്പ് തോന്നിയപ്പോഴാണ് ഞാൻ ഈ സജിമോൻ്റെ കൂടെ, ഈ പാനലിൻ്റെ കൂടെ, ഈ ചാരത്ത് നിന്ന് മുന്നോട്ട് പോകുവാനായിട്ട് മനസ്സിലൊരു ആഗ്രഹം തോന്നുകയും ഈ പാനലിൻ്റെ ഒപ്പം നിൽക്കുവാനുള്ള അവസരം കിട്ടുകയും നിങ്ങളെല്ലാവരുടെയും കഠിനമായ പ്രവർത്തനത്തിൻ്റെയും
സജിമോൻ്റെ പാനലിലുള്ള ആളുകളുടെ അച്ചടക്കത്തോടുള്ള തീരുമാനത്തോടു കൂടിയും മുഴുവൻ പാനലും ജയിച്ചു വരികയും ആ ജയിച്ചതിൻ്റെ പുറകിൽ ഞങ്ങളുടെ അജണ്ട ഉണ്ടായിരുന്നു, ഞങ്ങളുടെ തീരുമാനങ്ങളുണ്ട്, ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഒരു വിശ്വാസം ഇതാണ്, ഞാൻ പിന്നോട്ട് മാറില്ല, ഞങ്ങളുടെ പാനൽ പിന്നോട്ട് മാറില്ല, നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. ഫൊക്കാന ഒരു ഫൊക്കാന മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള കോൺഫ്ലിക്റ്റുകളും കാര്യങ്ങളുമൊക്കെ ജോയിച്ചായനും സജിമോനും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇന്ന് നൽകിയ ഈ സ്വീകരണത്തിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്തം. ഞാൻ താമ്പ ഫ്ലോറിഡയിൽ നിന്നാണ്. പേര് ഇന്നും ജോൺ കല്ലോലിക്കൽ, 2 എല്ലുള്ള കല്ലോലിക്കൽ എന്നാണ് എന്നെ വിളിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു അഹംഭാവമൊന്നുമില്ല, എനിക്ക് 2 എല്ല് തന്നെ ഉണ്ട്. എന്തെങ്കിലും ആയിക്കോട്ടെ. ഇനിയും നിങ്ങളുടെ സഹായവും പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ ടീമിനെ നിങ്ങൾ ചാരത്തും ഓരത്തും കൊണ്ടു നടക്കുക. ആയുധങ്ങൾ അന്യം നിന്ന് പോകുമ്പോൾ, ആശയങ്ങൾ അന്യം നിന്ന് പോകുമ്പോൾ ആയുധമെടുക്കുന്ന പ്രത്യയശാസ്ത്രമല്ല, ഞങ്ങളുടെ സമന്വയത്തിൻ്റെ പ്രത്യയശാസ്ത്രമാണ്, സംവാദത്തിൻ്റെ പ്രത്യയശാസ്ത്രമാണ്. ആ സംവാദവുമായിട്ട് നിങ്ങളോടൊപ്പം എന്നും ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട്, സജിമോന് വേണ്ടിയിട്ട് ഗ്യാരണ്ടി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും 1000 നന്ദി. താങ്ക് യു വെരി മച്ച്. ഹാവ് എ ഗുഡ് നൈറ്റ്. താങ്ക് യു ശ്രീ ഉണ്ണിത്താൻ. എൻ്റെ പേര് മനോജ് എടമന. ഞാൻ വരുന്നത് നയാഗ്ര മലയാളി അസോസിയേഷൻ കാനഡയിൽ നിന്നാണ്, നയാഗ്ര ഫോൾസിൽ നിന്ന്. ആദ്യമായി തന്നെ മഞ്ച് എന്ന ഓർഗനൈസേഷന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കാരണം അത് എൻ്റെ ഹൃദയത്തിൽ നിന്ന് തന്നെയാണ് ആ നന്ദി വരുന്നത്. കാരണം എൻ്റെ അസോസിയേഷൻ കഴിഞ്ഞാൽ, നയാഗ്ര മലയാളി അസോസിയേഷൻ കഴിഞ്ഞാൽ മഞ്ച് എന്നത് എൻ്റെയും കൂടി അസോസിയേഷനാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. കാരണം സജിമോനെയും ഞങ്ങളെയും ഒരു കുടുംബത്തിലെ അംഗം പോലെ സ്വീകരിച്ച നിങ്ങൾക്ക് ഏവർക്കും നന്ദി, 1000 നന്ദി ആദ്യമായി തന്നെ. രണ്ടാമത്, ഞാൻ അടുത്ത കാലത്തായി 2 ലീഡേഴ്സിനെ കണ്ടിരുന്നു. എനിക്ക് കുറച്ച് ഏറെ ലീഡേഴ്സ് എൻ്റെ മനസ്സിൽ ആരാധകരായിട്ടുണ്ട്. പക്ഷേ അടുത്ത കാലത്ത് ഞാൻ കണ്ട 2 ലീഡേഴ്സാണ് മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട 2 ലീഡേഴ്സാണ്, സ്നേഹം കൊണ്ട് ഇഷ്ടപ്പെട്ട 2 ലീഡേഴ്സാണ്, പ്രവൃത്തി കൊണ്ട് ഇഷ്ടപ്പെട്ട 2 ലീഡേഴ്സാണ്. ശ്രീ ജോർജ് വർഗീസും ഡോക്ടർ ബാബു സ്റ്റീഫനും. 2 പേര് 2 ധ്രുവങ്ങളിൽ കൂടി പ്രവർത്തിച്ച 2 ലീഡേഴ്സാണ്. 2 പേരും 2 പ്രവർത്തന മേഖലകളിലും വളരെയേറെ വിജയിച്ച ലീഡേഴ്സാണ്. അപ്പോൾ നമുക്ക് മൂന്നാമതൊരു ലീഡർ കൂടി വന്നിരിക്കുകയാണ്, സജിമോൻ ആന്റണി. ആ ലീഡർക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. ജോർജ് വർഗീസ് ഒരു പാർട്ടിസിപ്പേറ്ററി അപ്രോച്ചുകാരനായിരുന്നെങ്കിൽ ഡോക്ടർ ബാബു സ്റ്റീഫൻ ഒരു ബിസിനസ് ടൈക്കോൺ, ബിസിനസ് മാനേജ്മെന്റ് രീതിയിൽ നമ്മുടെ അസോസിയേഷൻ അടുത്ത ലെവലിലേക്ക് നയിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സജിമോൻ ഇത് 2 കൂടി കൂട്ടിയ ഒരു വ്യക്തിയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒന്നുകൂടി കൂട്ടിച്ചേർക്കുവാൻ എനിക്കുണ്ട്. അദ്ദേഹം തികഞ്ഞ ഒരു വിഷണറിയാണ്. അദ്ദേഹം അടുത്ത് നിൽക്കുന്നതുകൊണ്ട് ഞാൻ മുഖസ്തുതി പറയുകയല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാനുള്ള കാരണം, സജിമോന് ഒരു പ്രശ്നം വന്നാൽ എങ്ങനെ വളരെ കൂളായിട്ട് ഡീൽ ചെയ്യാൻ പറ്റും, എങ്ങനെ ഒരു വിഷൻ മുന്നോട്ട് വയ്ക്കാം, എങ്ങനെ അതിനെ പിന്തുടരാം, എങ്ങനെ അതിനെ ഒരു ഒറ്റപ്പെട്ട പ്രശ്നം നമ്മുടെ പ്രശ്നമായി നമുക്ക് ഒരുമിച്ച് കൂട്ടായ്മയായി പ്രവർത്തിക്കാം എന്നത് കാണിച്ചു തന്നത് പ്രവൃത്തിയിലൂടെയാണ്. അദ്ദേഹത്തിൻ്റെ സ്നേഹം പലരും, അദ്ദേഹത്തിൻ്റെ അറ്റൻഷൻ, അദ്ദേഹത്തിൻ്റെ കെയർ നമ്മൾ പലരും അനുഭവിച്ചറിഞ്ഞ ആൾക്കാരാണ്. അപ്പം എനിക്ക് സജിമോൻ്റെ ടീമിൽ നിന്ന് ജയിക്കാനായതിൽ വളരെയേറെ 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 നന്ദിയുണ്ട്. അതിൽ നിങ്ങൾ ഏവർക്കരോടും എൻ്റെ നന്ദി പറയുന്നു. ഒപ്പം സജിമോനും ബാക്കി എല്ലാ ടീമംഗങ്ങളും, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മാത്രമല്ല എല്ലാ ടീമംഗങ്ങളും ചേർന്ന് ഫൊക്കാനയെ ഒരു പുതിയ ലെവലിലേക്ക് കൊണ്ടുവരും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതിൽ നിങ്ങളുടെ ഏവരുടെയും സഹകരണവും സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒപ്പം ഞാൻ ആദ്യം പറഞ്ഞിരുന്നതുപോലെ ഞങ്ങൾ വരുന്നത് നയാഗ്ര ഫോൾസിൽ നിന്നാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരവസരം കിട്ടുകയാണെങ്കിൽ ലോകത്തിൻ്റെ റൊമാൻറ്റിക് ക്യാപിറ്റലായ നയാഗ്ര ഫോൾസിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരിക്കൽ കൂടി നന്ദി.